പണത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞാലോ? നമ്മുടെ സമ്പാദ്യത്തെ പിന്നോട്ട് വലിക്കുന്ന, നമ്മൾ ഡെയിലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന 3 വാക്കുകളുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ചില ആളുകൾ എന്ത് ചെയ്താലും അതിൽ വിജയിച്ചു മുന്നോട്ടു പോകുന്നത്? അവർ ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യുകയും അത് സ്ഥിരമായി നേടുകയും ചെയ്യുന്നതിൻ്റെ രഹസ്യം എന്താണ്? അവർക്കും നിങ്ങൾക്കുമിടയിലുള്ള ആ വ്യത്യാസം എന്താണെന്നറിയാവോ? അവരുടെ രഹസ്യം കിടക്കുന്നത് അവർ ഉപയോഗിക്കുന്ന വാക്കുകളിലാണ്. നമ്മൾ ചിന്തിക്കുന്നതും പ്രകടിപ്പിക്കുന്നതും വാക്കുകളിലൂടെയാണല്ലോ. അതുകൊണ്ട് നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് ഉടൻ ഒഴിവാക്കേണ്ട 3 അപകടകാരികളായ വാക്കുകളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത്. ഈ വാക്കുകൾ നിങ്ങളെ അറിയാതെ ദാരിദ്ര്യത്തിൽ കൊടുക്കാനും കഴിവുകളിൽ നിന്ന് പിന്നോട്ട് വലിക്കാനും സാധ്യതയുണ്ട്. ഫസ്റ്റ് വേർഡ് ഹോപ്പ് അഥവാ പ്രതീക്ഷ. ഏറ്റവും അപകടകാരിയായ വാക്ക് ഹോപ്പാണ്. ഈ വാക്ക് എന്തുകൊണ്ടാണ് നിങ്ങളെ ദരിദ്രനാക്കുന്നത്? കാരണം വളരെ സിമ്പിളാണ്. പ്രതീക്ഷ എന്നത് പ്രവർത്തിക്കാനുള്ള ഒരു വഴിയല്ല. ഒരു ബിസിനസ് ചെയ്യുന്ന ആളോട് നിങ്ങളുടെ പ്ലാൻ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ റെഫറലുകൾ വഴിയാണ് ക്ലയൻസിനെ കണ്ടെത്തുന്നത് എന്ന് മറുപടി പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആരെങ്കിലും റെഫർ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാണ്. മിക്ക ആളുകളുടെയും ചിന്ത ഇതാണ്: എങ്ങനെയെങ്കിലും ബിസിനസ് വളർന്നാൽ മതി, കൂടുതൽ വരുമാനം കിട്ടിയാൽ മതി, ഫ്രീ സമയം കിട്ടുന്നെങ്കിൽ നന്നായിരുന്നു, അല്ലെങ്കിൽ ഫണ്ടിംഗ് ലഭിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വിജയിച്ച ആളുകൾ പ്രതീക്ഷയെ ഒരു പ്ലാനായിട്ട് കാണാറില്ല. നിങ്ങൾ ഹോപ്പ് എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ ആ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ശക്തിയുമില്ല, നിയന്ത്രണവുമില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. ഇത് ശരിയാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറയുന്നതിലൂടെ നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്തം കളയുകയാണ്. അതോടൊപ്പം നിങ്ങളുടെ ശക്തിയും നിയന്ത്രണവും ഇല്ലാതെ വരുമ്പോൾ ഒരു തീരുമാനവുമെടുത്ത് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ട് നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് ഹോപ്പ് എന്ന വാക്ക് ഒഴിവാക്കുക. വെറുതെ ആഗ്രഹിക്കുന്നതിന് പകരം കൃത്യമായ പ്ലാനിങ്ങും പ്രവൃത്തിയും കൊണ്ടുവരിക. സെക്കൻഡ് വേർഡ് കാൺട്ട് അഥവാ എനിക്ക് കഴിയില്ല. രണ്ടാമത്തെ വാക്ക് കഴിയില്ല എന്നതാണ്. എനിക്കിത് ചെയ്യാൻ കഴിയില്ല, എനിക്കിതിന് പണമില്ല, സമയം കണ്ടെത്താൻ കഴിയില്ല എന്നിങ്ങനെ നിങ്ങൾ പറയാറുണ്ടോ? നിങ്ങൾ എനിക്ക് കഴിയില്ല എന്ന് പറയുന്ന നിമിഷം നിങ്ങളുടെ തലച്ചോറ് പ്രവർത്തിക്കുന്നത് നിർത്തും. പരിഹാരങ്ങൾ കണ്ടെത്താൻ അത് ശ്രമിക്കുകയേയില്ല. ഇത് നിങ്ങളുടെ കഴിവുകളെയും വിജയസാധ്യതകളെയും നശിപ്പിക്കും. എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് സാധ്യതകളെ അടച്ചു കളയുന്നതിന് പകരം ഈയൊരു ചോദ്യം സ്വയം ചോദിക്കുക: ഇതെനിക്ക് എങ്ങനെ സാധിക്കും? എനിക്കെൻ്റെ ബിസിനസ് തുടങ്ങാൻ കഴിയില്ല, അല്ലെങ്കിൽ എനിക്ക് ആ സ്കിൽ പഠിക്കാൻ കഴിയില്ല എന്നൊക്കെ നിങ്ങൾ പറയുമ്പോൾ സ്വയം ചോദിക്കേണ്ട ഒരൊറ്റ കാര്യമേ ഉള്ളൂ: അതിനർത്ഥം നിങ്ങൾക്കത് ചെയ്യാൻ താല്പര്യമില്ല എന്നാണോ, അതോ അതെങ്ങനെ ചെയ്യണമെന്നറിയില്ല എന്നാണോ? താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ സത്യസന്ധമായി പറയുക: എനിക്കിത് ചെയ്യാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ എനിക്ക് വേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതൊരു തെറ്റല്ല, പക്ഷെ കഴിയില്ല എന്ന വാക്കിനെ ഒരു ഒഴികഴിവായി ഉപയോഗിക്കരുത്. എങ്ങനെ ചെയ്യണമെന്നറിയില്ലെങ്കിൽ നിങ്ങൾക്കതിനുള്ള വഴി കണ്ടെത്താൻ കഴിയും. എങ്ങനെ ചെയ്യണമെന്ന് പോയി പഠിക്കുക. ഇൻ്റർനെറ്റിലും മെൻറ്റർമാരുടെ അടുത്തും എല്ലാം അതിനുള്ള വഴികളുണ്ട്. ഓർക്കുക, നിങ്ങൾക്ക് വലിയ കഴിവുകളുണ്ട്. അതുകൊണ്ട് കഴിയില്ല എന്നതിനു പകരം ഇതെനിക്ക് എങ്ങനെ സാധിക്കും എന്ന് ചോദിക്കുക. അല്ലെങ്കിൽ ഉറപ്പിച്ചു പറയുക: എനിക്ക് സാധിക്കും. പഠിക്കാനും വിജയിക്കാനുമുള്ള നിങ്ങളുടെ കഴിവിൽ വിശ്വസിക്കുക. മൂന്നാമത്തെ വാക്ക് ട്രൈ അഥവാ ശ്രമിക്കുക. മൂന്നാമത്തെ വാക്ക് ട്രൈ എന്നതാണ്. ഞാനിതൊന്ന് ശ്രമിച്ചു നോക്കാം എന്നോ, എൻ്റെ ബെസ്റ്റ് ഞാൻ ശ്രമിച്ചു എന്നോ നിങ്ങൾ പറയാറുണ്ടോ? നിങ്ങൾ ട്രൈ ചെയ്യാമെന്ന് പറയുമ്പോൾ നിങ്ങൾ സ്വയം തോൽക്കാനായി തയ്യാറെടുക്കുകയാണ്. എന്തെങ്കിലും നടക്കാതെ വന്നാൽ ഞാൻ ശ്രമിച്ചതാണ് പക്ഷേ നടന്നില്ല എന്ന് പറയാനുള്ള ഒരു ഒഴികഴിവ് നിങ്ങൾ മുൻകൂട്ടി ഉണ്ടാക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്: ശ്രമിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം യഥാർത്ഥത്തിൽ ഇല്ല. അതൊരു ഒഴികഴിവായി നമ്മൾ മനസ്സിൽ ഉണ്ടാക്കുന്ന ഒരു കഥ മാത്രമാണ്. ഒരു സ്റ്റെപ്പ് മുന്നോട്ട് നടക്കാൻ ട്രൈ ചെയ്തു നോക്കൂ. നിങ്ങൾക്ക് വെറുതെ ട്രൈ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഒന്നെങ്കിൽ മുന്നോട്ട് നടക്കും, അല്ലെങ്കിൽ നടക്കില്ല. ട്രൈ എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നും നടക്കുന്നില്ല. പൂർണ്ണമായി കമ്മിറ്റ് ചെയ്യാതിരിക്കാൻ അത് നിങ്ങൾക്കൊരു എളുപ്പവഴി തരുന്നു. അതുകൊണ്ട് ട്രൈ എന്ന വാക്കുപേക്ഷിക്കുക. പകരം കമ്മിറ്റ്മെൻറ്റും പ്രവൃത്തിയും കൊണ്ടുവരിക. നിങ്ങൾ ഒന്നുകിൽ ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യരുത്. തീരുമാനമെടുക്കുക, അതിൽ ഉറച്ചു നിൽക്കുക, എന്നിട്ട് പ്രവർത്തിക്കുക. നിങ്ങൾക്കും നിങ്ങളുടെ വിജയത്തിനും ഇടയിലുള്ള ദൂരം പലപ്പോഴും നിർണ്ണയിക്കുന്നത് നിങ്ങളുടെ വാക്കുകളാണ്. നിങ്ങൾ സംസാരിക്കുന്നതും ചിന്തിക്കുന്നതും ഈ വാക്കുകൾ ഉപയോഗിച്ചാണ്. വിജയിച്ചവരും ബുദ്ധിമുട്ടുന്നവരും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അവർ ചുനഞ്ഞെടുക്കുന്ന വാക്കുകൾ മാത്രമാണ് വ്യത്യാസം. നിങ്ങളെ സഹായിക്കുകയും സമ്പത്തിനെ ആകർഷിക്കുകയും ചെയ്യുന്ന വാക്കുകൾ ഉപയോഗിക്കാനുള്ള വിദ്യ നിങ്ങൾ മാസ്റ്റർ ചെയ്യുക. ഇന്ന് തന്നെ നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് ഒഴിവാക്കാൻ പോകുന്ന ഒരു വാക്കേതാണ്?